സങ്കീർത്തനം 2-3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലിക്കുന്ന പോസ്റ്റാണ്. അത് ശരിയായിട്ടാണ് ഓങ്കാരം ചൊല്ലിക്കുന്നത്. ചെല്ലുമ്പോൾ നിങ്ങളോട് ചൊല്ലുന്നതിൻ്റെ ഊർജ്ജം കുറച്ചുകൂടി കൂടുതലായിരിക്കും. വക്രതുണ്ഡമഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അവിചാരിതമായിട്ട് കിട്ടിയ ഈ ഒരു സത്സംഗ ഭാഗ്യത്തിന് ഗുരുവായൂരപ്പനെ നമിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകം കുടുംബത്തിന്റെ വരാൻ പോകുന്ന ഒരു ഭാഗവത സപ്താഹത്തിന്റെ വലിയ സാരത്തെ ഏറ്റെടുത്തിരിക്കുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ശ്രീ ദേവജി, രവിജി, മധുജി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുടുംബാംഗങ്ങൾ. നമുക്കൊരു കുടുംബമാണ്. അതുപോലെ നമ്മുടെ ഇടയിൽ വിഷ്ണുവാചാര്യരായിട്ട് നിൽക്കുന്ന ശ്രീ രാമശേരി, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയത്തെ പ്രണാമം. ജീവിതത്തിൽ നമുക്ക് ഇന്ന് ആവശ്യമായ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹം അടുത്ത കാലത്തൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹം വളർന്ന് പന്തലിക്കുന്ന ഒരു സംശയമില്ല. എല്ലാ മേഖലകളിലും ഇത് വളരെ ഭയത്തോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റാതെ കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് പെരുമാക്ഷേത്രമായാലും ശരി, അതിനോടൊന്നിച്ച കുറേ കാര്യങ്ങൾ, ഇതൊക്കെ മാറണമെങ്കിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത. ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച്, ഭഗവാൻ തന്നെ അവതാര ലക്ഷ്യത്തെ കുറിച്ച് ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവർക്കും പരിചയമുണ്ടാകും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാന. അപ്പൊ ഭഗവാൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ധർമ്മ സംരക്ഷണം നടക്കണമെങ്കിൽ പരിത്രാണായ സാധൂന. പിന്നെ ഇതിന്റെ അർത്ഥം നമ്മുടെ മോഡേൺ പെർസെപ്ഷനിൽ, മോഡേൺ കാഴ്ചപ്പാടിൽ കാണും.
അതേപോലെ വിനാശായ ദുഷ്കൃത. ഈ ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ കണ്ടു കാണും. ഒരു MLA രാമനെ കുറിച്ചൊക്കെ എഴുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചിത്രയ്ക്ക് നേരെ ഉണ്ടായ ഒരു സോഷ്യൽ അറ്റാക്കും കാണുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വേണ്ടതുപോലെ പ്രതിരോധിക്കാൻ, ഇത്തരം അധർമ്മികളെ വായടപ്പിക്കാൻ നമുക്ക് സാധിക്കാത്തതാണ്. ആണോ അല്ലേ? അപ്പൊ നമുക്കൊരു വ്യക്തതയുണ്ടെങ്കിലേ നമുക്ക് ഇവർക്ക് വായടപ്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഭാഗവത സപ്താഹം ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് ഫോർ ഡൂയിങ് എ സപ്താഹം. സപ്താഹം ധാരാളം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മുടെ സമൂഹത്തോടുള്ള ലക്ഷ്യം, നമ്മുടെ സംസ്കൃതിക്ക് നേരെ, പൈതൃകത്തിന് നേരെ ആരെങ്കിലും ഇതുപോലുള്ള അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം? അത് ഒരു വ്യക്തിക്കും 2 വ്യക്തിക്കും സാധ്യമല്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളമാണ് ഏറ്റവും ഇത്രയും ഒരു നന്ദി കഴിഞ്ഞ നാട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമന്റെ അവതാരത്തില് ശ്രീരാമസ്വാമി പമ്പയിൽ വന്നു. ശബരി ദേവിയെ കണ്ടത് ഈ കേരളത്തിലാണ്. ജടായു പാറ എന്ന് പറയുന്ന ജടായു അവരുടെ ചിറകറ്റ് വീണത് ഈ കേരളത്തിലാണ്. നമ്മൾ കാണുന്നുണ്ടാവണം ജടായു പാറയെ കുറിച്ചൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം, തൃപ്പയാർ ക്ഷേത്രമൊക്കെ ഇത് ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു ഗവൺമെന്റിന്. ദേവസ്വം ബോർഡുകളൊക്കെ ഉണ്ട് ധാരാളം. ഞാൻ വിചാരിച്ചു കേരളത്തിൽ 2 വിളക്കെങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം പല സ്റ്റേറ്റിൽ നിന്നും പല റെപ്രസെന്റേഷനും അവിടെ വരുമ്പോൾ കേരളം മാത്രമാണ് വളരെ. എന്നാൽ കേരളത്തിലെ 2 പ്രതിഭകളാണ് അല്ലെങ്കിൽ മഹാന്മാരാണ് രാമക്ഷേത്രം സാധ്യമാക്കി തീർത്തത്. KK നായർ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം, അതുപോലെ KK മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ആർക്കിയോളജിക്കൽ സർവേയിൽ വർക്ക് ചെയ്ത് അന്ന് കിട്ടിയ എവിഡൻസ് സുപ്രീം കോടതിയിലൊക്കെ കൊടുത്തിട്ടാണ് അതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ ഇടവന്നത്. ഞാൻ എന്തിനാ ഇത് പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കേരളം മാത്രമാണ് ഇത്തരം കാര്യത്തിൽ മുഖം തിരിക്കുന്നത്. കാരണം ഇവിടെ മതേതരത്വം എന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഹിന്ദു സംസ്കൃതിയെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കായി മാറി. ഞാൻ രാമക്ഷേത്രത്തിൽ എനിക്ക് പോകാൻ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പോകണമെന്ന് വിചാരിച്ച ആളായിരുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് സപ്താഹമായിരുന്നു ബോംബെയിൽ. അവിടെ ഷെൽ കോളനിയിൽ ഞാൻ സപ്താഹത്തിലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു സ്വാമിനി വളരെ കിട്ടിയ ഭാഗ്യം, പോയേ പറ്റുള്ളൂ. കേരളത്തിൽ 10-25 പേർക്ക് ഇൻവിറ്റേഷൻ ഉള്ളൂ, സ്വാമിനി എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റ് പറയാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു ഉള്ളിലൊരു ഗിൽറ്റ് എന്താ വെച്ചാൽ ഞാൻ സപ്താഹം ഏറ്റെടുത്തിട്ട് പോകുന്നത് ശരിയല്ല. അപ്പൊ അവിടെ ചെന്ന് കമ്മിറ്റിക്കാരോട് ചോദിച്ചു അങ്ങനെ പോകുന്നതിൽ എൻ്റെ കൂടെ ഉണ്ണി ഒക്കെ ഉണ്ടല്ലോ വായിക്കുന്നു, അവരോട് ചോദിച്ചു മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ണി അവരൊക്കെ പറഞ്ഞു സ്വാമി വിൽക്കോളൂ. അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. അവരെ ലാസ്റ്റ് മിനിറ്റിലാണ് പോകുന്നത്. അങ്ങനെ പോവാൻ തീരുമാനിച്ചപ്പോഴാണ് നമുക്ക് സഹായിക്കാനായിട്ട് എന്നെ അവിടെ എത്തിക്കുന്നത് അതൊരു മുഹമ്മദാണ്, CRPFിലെ IG മുഹമ്മദ് സാറാണ്. അവിടെ ലക്നൗവിൽ അന്ന് എനിക്ക് IIT പോകാൻ പറ്റില്ല, കാരണം റോഡൊക്കെ ക്ലോസ്. പിന്നെ എനിക്ക് കുറച്ച് പ്രോസസ്സ് ചെയ്യാനുണ്ട്, പോകുന്നതിന് VIP പാസുകളൊക്കെ തയ്യാറാക്കാം. പിറ്റേ ദിവസം ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു നിമിത്തം നോക്കുകയാണ്. അപ്പൊ ലക്നൗവിൽ ഓർഗനൈസ് ചെയ്യുന്ന ആളോട് ഞാൻ ചോദിച്ചു, ഉണ്ണി अनिल जी नाम अनिल जी मैं कैसे स्वामी अब चिंता मत करो, सब व्यवस्था हो गया है. ഒന്നും എന്നോട് പറയാൻ സാധിക്കില്ല. ഞാൻ 5 മണിക്ക് എനിക്ക് കോൾ വന്നു. കാരണം CRPFിന്റെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവർ VIP-ലാണ്. അവിടെ സെൻട്രി ഗേറ്റ് സെൻട്രിയോട് പറയണം കാറ് കടത്തി വിട്ടെങ്കിലും പോലീസ് ഇവരുടെയാണ്, പട്ടാളത്തിൻ്റെയാണ്. അപ്പൊ രാവിലെ എനിക്കൊരു കോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഗാഡിയാരെ അതാണ് നമ്പർ. പിന്നെ അദ്ദേഹം പറയണമൊക്കെ ഇംഗ്ലീഷിലാണ്. എന്നെ ഡ്രൈവർ ഇത്ര ഇംഗ്ലീഷിലൊക്കെ പറയുന്നതാണ്. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ എന്റെ ക്വാർട്ടേഴ്സിൽ അവർ വരും. ഞാൻ അവിടെ തന്നെ ബാഗായിട്ട് ഒരു ബാഗൊക്കെ എടുത്തു. പിന്നെ സ്വാമിയോട് കാലും കൈയും ചടങ്ങ്. അപ്പൊ നോക്കുമ്പോൾ ബോംബെയിലെ ബിസിനസ്സുകാരൻ, അയാളുടെ ഭാര്യ, അയാളുടെ ഫ്രണ്ട് കാറിൽ
യേശു നിങ്ങൾ അപ്പൊ പറഞ്ഞു, ഇതെന്റെ ഭാര്യ, അവർക്ക് ഇന്നലെ സ്വപ്നം കണ്ടു, രാമക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലെത്തണം. എന്നോട് പറഞ്ഞു, ഇപ്പൊ അയോധ്യക്ക് പോയവർ, ഞാൻ ടിക്കറ്റ് എടുത്ത് വരികയാണ് അയോധ്യയിലേക്ക്. ലക്നൗവിൽ വന്നിറങ്ങി അയോധ്യയിലേക്ക് പോകണമെങ്കിൽ ലക്നൗ വഴി പോകാൻ പറ്റില്ല. ഇതെന്റെ സുഹൃത്താണ്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അതിന്റെ പാസ് വേണം. അപ്പോഴാണ് നമ്മുടെ അനിൽജി എന്ന് പറഞ്ഞ ആള് പറഞ്ഞത്, നിങ്ങളൊക്കെ റെഡി വേണം, കേരളത്തിൽ നിന്ന് സ്വാമി വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാർ പാസ് എൻ്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന് കൂടെ പോകാൻ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോകണം, എനിക്കുള്ള പാസ് റെഡിയാണ്. ഞാൻ അവിടെ കൊണ്ടുപോയി അയോധ്യയില്ല, പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ആ സ്ഥലത്ത് എത്തിയപ്പോ പിന്നെ ഏറെക്കുറെ ഞങ്ങളുടെ VIP പാസ്സാണ്, കാരണം സ്വാമി ചെയ്തുകൊണ്ട് അതുവരെ പോകും. അവിടെ എത്തിയപ്പോ ആ സ്ത്രീ കാറിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല, എത്ര പോലീസ് പട്ടാളം. എന്നാൽ ഇവര് ഇറങ്ങി, അവര് അവിടെ മണ്ണിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇത്രയും എനിക്ക് വേണ്ടു, ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ഈ മണ്ണിൽ കാലിരിക്കുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്, ആ ഭക്തി എത്രമാത്രം മനസ്സ് രാമനിൽ അർപ്പിച്ചുകൊണ്ടുള്ള. എന്നാൽ പാവൊരു ചിത്രം ഇവിടെ പറഞ്ഞതിന് അവരെ കൊല വിളിക്കുക നമ്മുടെ സമൂഹം. അപ്പോ ഇവിടെ ഞാനിത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയോണ്ട് നമ്മുടെ തലത്തിലല്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ ലൈനിലേക്ക് അവിടെ ഇറങ്ങി ചെന്നാൽ മതി. ഭഗവാൻ കുറേ കാര്യങ്ങൾ നമ്മളെ നിമിത്തമാക്കി ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ ഭക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ ഇത്ര അറ്റാക്ക് ചെയ്യുന്നത്? കാരണം നമ്മൾ ചില വീഴ്ചകൾ നമ്മുടെ ഭാഗത്തുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഏറെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പല കാര്യത്തിലും നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഈ മുസ്ലിം സമുദായത്തിൽ അവരുടെ ഇടയിൽ മാനുഷിക പരിഗണന എന്ന് വെച്ചാൽ അവരുടെ എമൗണ്ട് ഓഫ് കമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യത്വം വളരെ കുറവാണ്. പ്രായമുള്ളവരോടുള്ള സമീപനം, ഓൾഡേജ് ഹോം നമുക്കേ ഉള്ളൂ. നിങ്ങൾ നോക്കില്ല, മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഓൾഡേജ് ഹോം ഉള്ളൂ. തിരുവനന്തപുരം ഗാന്ധി ഭവൻ കേട്ടൊരു പ്രസിദ്ധമാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഇവിടെ പലകാര്യം നടക്കുന്നത്, ഹിന്ദുക്കളാണ് കൂടുതൽ. അവരുടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ പണ്ടേ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ 1000 പേരാ കുടുംബങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരും. കണ്ടില്ലേ നിങ്ങളാ പഠിച്ചത്? കണ്ടില്ലേ നിങ്ങൾ ട്രെയിനിൽ? അതുപോലെ ഒരു രക്തം വേണ്ടിയത് 1000 പേരാണ്. ഇതെന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പറ്റിയത്? എന്തുകൊണ്ടാണ് നമുക്ക് പറ്റിയത്? അവിടേക്കാണ് ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയ്ക്ക് അല്ല ഭഗവാൻ പ്രാധാന്യം കൊടുത്തത്. അത് എവിടെയോ നമുക്ക് പറ്റിയ വീഴ്ചയാണ്. നമുക്ക് വേണ്ടി നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. നമ്മൾ സമൂഹത്തിൽ നന്മ ചെയ്യുമ്പോൾ, നല്ലത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന. അവരുടെ മനസ്സിലുണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന ആ ഒരു സഹായത്തിന് അവിടെയാണ് പ്രോഗ്രസ്, അല്ലെ? നമ്മൾ സമൂഹത്തിൽ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ തന്നെ ഒരു അനവധി കഥകളുണ്ട്. എല്ലാവർക്കും പ്രസിദ്ധമാണ് കൃഷ്ണന്റെ കഥ. കാരണം ഗുരുവായൂരപ്പന്റെ കഥകൾക്ക് പ്രചാരം കൂടുതലാണ്. 21ാമത് അധ്യായത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തിൽ വിപ്രഭക്തികളെ അനുഗ്രഹിക്കുന്ന രംഗമുണ്ട്. അപ്പൊ കൃഷ്ണനും ഗോപന്മാരും കാട്ടിപ്പോകുന്നു. അവിടെ പശുക്കളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നു ഗോപന്മാരോട്, ആ ഗോപന്മാരെ പറയുന്നു, വളരെ വിശന്നിട്ട് വയ്യ കൃഷ്ണ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമോ കഴിക്കാൻ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, തൊട്ടടുത്ത് കുറച്ച് ബ്രാഹ്മണര് അവര് ഒരു യാഗം ചെയ്യുന്നുണ്ട്, അവിടെ ഭക്ഷണം കിട്ടും, പോയി ചോദിക്കൂ. ഇവര് അവിടെ ചെന്ന് അവരോട് ഭക്ഷണം ചോദിക്കുക. ഇങ്ങനെ കൃഷ്ണനും രാമനും വന്നിട്ട് വിശക്കുന്നത്, അവർക്ക് ഭക്ഷണം വേണം. അവര് കൃഷ്ണനെയും രാമനെയും മൈൻഡ് ചെയ്തില്ല, അത്ര ശ്രദ്ധിച്ചില്ല. ഇവര് വളരെ വിഷമത്തോടുകൂടി വന്ന് കൃഷ്ണനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവരുടെ ഭക്തിമാരെടുത്തു. അങ്ങനെ ഇവര് ഭക്തിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാ ഭക്ഷണം ഒരുക്കി വെച്ചതൊക്കെ എടുത്ത് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഈ കഥ വിപ്രഭക്തി മോക്ഷം എന്ന് പറയും. എന്നിട്ടും ഭഗവാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് വയറ് നിറച്ച് ഭഗവാൻ അവരെ അനുഗ്രഹിച്ച്. അപ്പൊ അവര് പറയാം, ഞങ്ങൾക്കിനി പോകണമെന്നില്ല, ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. ഞങ്ങളുടെ ജീവിതം ഇതോടുകൂടി ധന്യമായി, അനുഗ്രഹീതമായി, ഇനി വേറൊന്നും വേണ്ട ഞങ്ങൾക്ക്. ഇപ്പൊ വിശന്നിരിക്കുന്ന ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ പൂജ ചെയ്യുന്നതിനേക്കാൾ
സർവശ്രേഷ്ഠമെന്ന് കൃഷ്ണൻ അവരെ പഠിപ്പിക്കുകയാണ്. കൃഷ്ണൻ അങ്ങോട്ട് പോയില്ല പൂജ ചെയ്യുന്നിടത്ത്. ആ ഹോമം നടക്കുന്നിടത്തേക്ക് കൃഷ്ണൻ പോയില്ല. ഭാഗവതത്തിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കില്ല എന്ന് വെച്ചിട്ട് കൃഷ്ണൻ അതിനെതിരാണെന്നല്ല ഞാൻ പറയുന്നത്. ഭാഗവതത്തിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നത് എവിടെയാ ദയയാ സർവഭൂതേഷു ആചതുഷ്ടി. അപ്പൊ നമ്മൾ ഈ ഭാഗവത സപ്താഹത്തിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്കെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് പ്രേരണ കൊടുക്കാൻ സാധിക്കുകയാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ദാറ്റ്. നമ്മൾ അതിന്റെ നിമിത്തമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് പോലും നിങ്ങൾ സുഖം ചെയ്തവരായി. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും അതുകൊണ്ട് ഗുണം കിട്ടിയതാണ്. നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോഴല്ലത് കിട്ടുന്നത്. ഞാൻ അത്ര സത്യസന്ധമായി പറയുന്നു. നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നിങ്ങളിലൂടെ 10 പേർക്കൊരു ഗുണം കിട്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അമ്പലത്തിലൊക്കെ പോയിക്കൊള്ളൂ, പക്ഷെ അതിനുപരി നമുക്ക് കൃഷ്ണൻ പറഞ്ഞ അനുസരിക്കണം. കൃഷ്ണൻ അതാണ് പറയുന്നത്, ലോകസംകൃതം ഏവ. ഞാനൊരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. നിമിഷം പോലും ഞാൻ വെറുതെ ഇരിക്കില്ല. ലോകസംഗ്രഹമേവ വിസംപശ്യൻ കർത്തവ്യസി. ഞാൻ എൻ്റെ ജീവിതമാണ്. ഒരു നിമിഷം ഞാൻ വെറുതെ ഇരുന്നാൽ എല്ലാവരും വെറുതെ ഇരിക്കും. അപ്പൊ നമുക്ക് ഭക്തി എന്ന് പറയുന്നതിന് ഭജ സേവായ, അതാണ് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാൾ ശ്രേഷ്ഠം സേവനം ചെയ്യുന്ന കൈകളാണെന്ന്. അതൊക്കെ സ്വാമിജി പറഞ്ഞതൊക്കെ ഈ ഭാഗവതത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഗീതയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അത് ശീലമാക്കിയ ഒരു ഹിന്ദു തലമുറ വാർത്തെടുക്കണം. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള സേവനം. നമ്മൾ സേവനം എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുന്നതോ കേവലം വസ്ത്രം കൊടുക്കുന്നതോ അതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഏതാൾക്ക് ഏത് രീതിയിൽ. അതിനേക്കാളും സർവോപരി ഒരാളുടെ മനസ്സിനെ നമുക്ക് അല്പം ഉയർത്താനുള്ള അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത് സർവശ്രേഷ്ഠമാണ്. ഭാഗവതത്തിൽ തന്നെ രന്തിദേവന്റെ കഥ പറയും. രന്തിദേവൻ എന്നൊരു കഥാപാത്രം 9-ാം സ്കന്ധത്തിൽ പറയും. രന്തിദേവൻ പറയുന്നത് വിശന്നിരിക്കുന്ന വയറുകളുടെ വേദനയാണ് എനിക്കതാണ് വേണ്ടത്, അതാണ് എനിക്ക് വേണ്ടത്, ആ വേദന എനിക്ക് കിട്ടിക്കോട്ടെ. രന്തിദേവന്റെ കാമയേകം ഇനി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ വന്നിട്ട് എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന ആളല്ല. ആരെങ്കിലും വേദന വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ വേദനിക്കുന്ന ആ വിശപ്പിന്റെ വേദന എനിക്ക് തന്നോട്ടെ. രന്തിദേവന്റെ കഥ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതേപോലെ എത്ര കഥകൾ നിങ്ങൾ നോക്കൂ. കുചേലചരിതം നമ്മൾ എത്രയോ കേട്ടു. നമ്മൾ കുചേലനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ കുചേല ഭക്തി, ആ കുചേല ഭക്തിയെ നോക്കൂ നിങ്ങൾ. കുചേലന് വിശപ്പുണ്ടാവരുത്, കുചേലന് യാതൊരു ദുഃഖം ഉണ്ടാവരുത്. അവർ യാചിച്ചുകൊണ്ട് ഭക്ഷണം ഇരന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കരുത്. നിങ്ങൾക്കറിയോ ഭഗവാൻ കുചേലനെ, എല്ലാവരും പറയും കുചേലനെ അനുഗ്രഹിച്ചു കുചേലനെ ഭഗവാൻ. പക്ഷെ ആ കുചേലനെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോഴും മനസ്സിലാവും. ഭഗവാൻ ഈ കുചേലന്റെ കയ്യിൽ നിന്ന് അവൽ തട്ടിയെടുക്കുന്നതിന് മുമ്പ് ഭഗവാൻ മനസ്സിൽ കാണാണ് ഈ കുചേല ഭക്തി പാവം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, കിട്ടാതെ ഒന്നും കിട്ടുന്ന ഒരു വീടുകളിൽ പോയിട്ട് യാചിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നത്. അവരെ അനുഗ്രഹിക്കാനായിട്ട്, ആരെ? കുചേലനെ അനുഗ്രഹിക്കുന്നല്ല വാക്കെടുത്തിട്ട്, ആരെ അനുഗ്രഹിക്കാൻ? ഈ കുചേല ഭക്തിയെ അനുഗ്രഹിക്കാനായിട്ട് ഞാനതാ സമ്പതോ അപത്യദുർലഭ, ഞാൻ അതീവ ദുർലഭമായ സമ്പത്തിനെ കൊടുത്ത് അനുഗ്രഹിക്കാം എന്ന് വിചാരിച്ചു. ഇഷ്ടം വിചിന്യ, അവിടെ വാക്ക് തുടങ്ങുന്നതിനാണ്. ഇഷ്ടം വിചിന്യ, ഇപ്രകാരം വിചാരിച്ചിട്ട് ഭഗവാൻ സ്വയം ജഹാരക്കിവിധം പ്രതിപതുണ്ടല്ലാക്കാം. നമ്മൾ പക്ഷെ ആ ഭാഗം കാണില്ല. ഈ കുചേല ഭക്തി അവരുടെ തപസ്സിനെ ഭഗവാൻ ഓർക്കുകയാണ്. മനസ്സിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം അതിനാവട്ടെ. നമുക്കിവിടെ പൈതൃകം കുടുംബം ഒന്നിച്ചുകൂടി ഒരു ഭാഗവത സപ്താഹം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു 10 പേരിലേക്കെങ്കിലും എത്തിയിരിക്കണം. നമ്മൾ ഫോൺ ചെയ്ത് അവർ വരുത്താനല്ല. ഈ ഭാഗവതത്തിന്റെ മഹത്വം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യം 2 ലക്ഷ്യമാണ്. ഓരോരുത്തരുടെയും അവനവനൊരു സാധനയാണത്. നമ്മൾ നന്മ എത്രമാത്രം ആളുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ 10 പേര് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ പലരുടെയും പല ദുഃഖങ്ങളും വിഷമങ്ങളും അവർ പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ആ ഫോണിന്റെ ഒരു ആശ്വാസമെങ്കിലും
അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ്, പൂജയാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ പൂജയാണ്. കാരണം ഭജനം എന്ന വാക്കിൽ ഭജസേവായം, ഭജനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥായം എന്നൊരു വാക്കില്ല, സേവായം, ഭജസേവായം. ഭജനം എന്ന് പറഞ്ഞാൽ സേവനമാണ്. അങ്ങനെ ഒരു സേവനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അവരെ അങ്ങോട്ട് വരുത്തി അവരെ ഇതിൻ്റെ ഒരു ഭാഗമാക്കി അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തത, എൻ്റെ മനസ്സ്, ആ മനസ്സിനെ എനിക്ക് ഉയർത്താൻ പറ്റും. അതേപോലെ എന്നിലൂടെ ഒരു 10 പേരെ മനസ്സെനിക്ക് ഉയർത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ കേരളം ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഗുരുവായൂരിനെ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. കാരണം ഇന്ന് കേരളത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ്, അല്ലെങ്കിൽ ഗുരുവായൂരാണ്. ഇത്രയും ഭക്തന്മാർ വന്നു പോകുന്നത്. പക്ഷെ ഈ വന്നു പോകുന്ന ഭക്തന്മാർ ഹിന്ദുക്കളാണെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഹിന്ദുത്വം ഉൾക്കൊണ്ട ഭക്തന്മാർ എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ കൃഷ്ണന്റെ കാഴ്ചപ്പാട് ഞാൻ ഉൾക്കൊണ്ടെന്ന് പറയുന്ന ഭക്തന്മാർ എത്ര പേരുണ്ട്? എല്ലാം തൊഴുതു പോകുന്ന പൊട്ട ഭക്തന്മാരാണ്. എങ്ങനെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയും, ഭാഗവതത്തിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞിട്ട് എന്നെ തൊഴുതു പോകുന്നവരൊക്കെ ഭാഗ്യം കെട്ടവനാണ്. ഭാഗവതത്തിലുള്ള വരികളാണ്. എന്നെ തൊഴുതു പോകുന്നവർ ഭാഗ്യം കെട്ടവൻ. തേ മന്ദവാക്യായേ നിരയേപി എന്ന നാം മാത്രാത്മതത്വ നിരയസ്വസം. തൊഴുതു പോകാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞു ഉയർത്തു, മനസ്സിനെ ഉയർത്തു. നിങ്ങൾ സേവനത്തിലുള്ള മനസ്സിൽ നന്മ ചെയ്തുകൊണ്ട് മനസ്സിനെ ഉയർത്തു. ഒരു മരണമേ, ആ മരണത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് സേവനം ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പൊ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കൊടുക്കുന്ന മനസ്സ്. അല്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ ജന്മം നടക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ഞാൻ പാടും തലത്തിന് ശ്രമിച്ചോളൂ, നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ഹൃദയം തൊട്ട്, ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാര്യമൊക്കെ നോക്കൂ നിങ്ങൾ. ലോകം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ മനസ്സിലായില്ലേ? എന്തൊരു വ്യക്തതയാണ് അതിനുള്ളത്. ഞങ്ങള് ഈ അയോധ്യ ക്ഷേത്രത്തില് ഞാനൊരു 9:30 എത്തിയിട്ടുണ്ടാവും. ഞാൻ 9:30 എത്തുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇവിടുത്തെ സർക്കാരിന്റെ കറണ്ടിൽ വേണ്ടത് പറയേണ്ടത് എന്നതായിരിക്കും പരിപാടിയോ. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് കറണ്ട്, ഡീസൽ കറണ്ട് കൊടുത്തില്ല, കേരളത്തിന്റെയാണ്. ഞാനവിടെ ഒരു 9:30 എത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാലോ പല ലേയേഴ്സ് ഓഫ് സെക്യൂരിറ്റി കിട്ടിയിട്ട് അതിനുള്ള കയറാൻ പറ്റുന്നത്. ഞാൻ എത്തുമ്പോൾ തന്നെ ഒരു അറൗണ്ട് ഒരു 50% സീറ്റുകൾ പാക്ഡ് ആണ്. എക്സെപ്റ്റ് ആ VIP ലോഞ്ചിൽ അവരെ മാത്രം വന്നിട്ട് ഈ സിനിമ നടന്മാരും അതുമുള്ള ആളുകളും ബാക്കി എല്ലാവരും എത്തിക്കഴിഞ്ഞു. കാരണം ഈ VIP അവിടെ വരുമ്പോണ്ടല്ലോ വെറുതെ ഒരു അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല എല്ലാവർക്കൊക്കെ. എന്നാലും അങ്ങനെ ഹൈ ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല. ഞാൻ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്താണ് കുറെ VIP ഇരിക്കുന്നത്. അങ്ങനെ ഒരു കൺട്രോളും ഇല്ല. ആർക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ എന്നാൽ ആളുകൾ വെറുതെ സീൻ ഉണ്ടാക്കും, വെറുതെ ഫോട്ടോ എടുക്കുക. എല്ലാവരെയും ക്യാമറയാണല്ലോ. ഒരു 11 മണിയാകുമ്പോഴേക്കും ഒരു 10-10:30 ആകുമ്പോഴേക്കും ഏറെക്കുറെ പാക്കഡായി. 11-11:30 ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ 12:20 പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ, പിന്നെ മുമ്പ് ചടങ്ങൊക്കെ തുടങ്ങി. ഒരു 4-4:30 വരെ ആ പ്രോഗ്രാം പോയിട്ടുണ്ടാവും. ഈ 4:30 വരെ ഞാൻ 9:30, 10:30, 11:00, 12:00, 1:30, 2:30, 3:30, 4:00 എന്റെ സമയം. ബാക്കിയുള്ളവർ അതിനു മുമ്പ് വന്നവരൊക്കെ എത്ര സമയം? ഒരാൾ അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടില്ല. ആർക്ക് പോകണമെന്നില്ല. ഈ പറയുന്ന വലിയ VIP പോലും മനസ്സിലായില്ലേ? എന്താണ് എല്ലാവരും പിടിച്ചു നിർത്തുന്നത്? അതിലൊരു നമുക്കറിയാം ഒരു 50-60% രാമക്ഷേത്രത്തിന്റെ ആ ഒരു ഇത് കാണാൻ വന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നടക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ. അതിൽ കുറെ പേര് നരേന്ദ്രമോദിജി കാണാവുന്നവരാണ്. അദ്ദേഹം എന്താ പറയാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്തായിരിക്കും, ആ വ്യക്തിയെ കാണില്ല, വ്യക്തി എന്താണ് പറയാൻ പോകുന്നത്. എന്തേ ആളുകൾക്ക് ഇത്രമാത്രം ഒരു കമ്മിറ്റ്മെന്റ്? കാരണം സമൂഹത്തിൽ ചെയ്യുന്ന ആത്മാർത്ഥമായ സേവനം ആണോല്ലേ? സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ബാധ്യത, സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ സിൻസിയറിറ്റി, പറയുന്ന വാക്കുകളൊക്കെ ഹൃദയത്തിലാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എത്രയുള്ളൂ. രാമക്ഷേത്രം വന്നു, ഇനി എന്ത്? ഈ നാടിനെ വൃത്തിയാക്കി വെക്കണം. കാരണം ഇനി വിദേശത്ത് നിന്ന് അതിഥികൾ വരുണ്ടായി. അവരെ നമ്മുടെ ഇന്ത്യയെ കാണേണ്ടതായ രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാമനിൽ നിന്ന് രാജ്യത്തിൽ ജനങ്ങളിലേക്ക് വരണം. ജനങ്ങൾ ഉയരണം. അല്ലെങ്കിൽ രാമക്ഷേത്രം മാത്രം ഉയർത്തിട്ട് കാര്യം. കേവലം ഒരു ക്ഷേത്രം ഉണ്ടാകൽ മാത്രമല്ല, നമ്മുടെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തണം. അതിന് നമ്മൾ പ്രവർത്തിക്കണം.
കേവലം അമ്പലത്തിൽ പോയി ഒരു തൊഴുതുപോലെ രാമം കോ ഏക് ശിലാനേഹി, അങ്ങനെ തന്നെ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം. രാമൻ ഞങ്ങൾക്ക് ഒരു ക്ഷേത്രമല്ല, രാമൻ ഞങ്ങളുടെ എല്ലാമാണ്. ഭാവമാണ്, വിശ്വാസമാണ്, എല്ലാമാണ്, സത്യമാണ്, നീതിയാണ്, ധർമ്മമാണ്, ഞങ്ങളുടെ സേവനമാണ്. പക്ഷെ അതിനെല്ലാം നമുക്കൊരു ആധാരം, ഒരു ക്ഷേത്രം വേണം. ഇതുപോലെ ഗുരുവായൂർ നമുക്കൊരു ആധാരമാണ്. പക്ഷെ കൃഷ്ണൻ ഒരു ശിലയിൽ ഒതുങ്ങി നിൽക്കരുത്. അത് നമ്മൾ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിൽ നിന്നും നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം. ഈ ആധാരം വേണം, ആശ്രയം വേണം. പക്ഷെ കൃഷ്ണന്റെ ധർമ്മം നമുക്ക് വേണം. ധർമ്മമില്ലെങ്കിൽ പിന്നെന്ത് ആശ്രയം ഉണ്ടാക്കിയിട്ട് കാര്യം? നമ്മള് പറക്കാൻ പറ്റാത്തൊരു പക്ഷി ഒരു ഉണങ്ങിയ കൊമ്പിലിരുന്നോണ്ട് എന്ത് കാര്യമുണ്ട്? പറക്കാൻ പറ്റാത്ത പക്ഷി ഉണങ്ങിയ കൊമ്പിലിരുന്ന കൊമ്പ് ഒടിഞ്ഞാൽ താഴെ വീഴുകയുള്ളൂ. ഇതുപോലെ കേവലം ഒരു വിഗ്രഹം മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കിടക്കുകയുള്ളൂ നമ്മൾ. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഫലസേവായ സേവനം ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്കൊരു വലിയ ഭാഗ്യമാണ് ഈ പൈതൃകം കൊടുക്കുന്നത്. അതും നിങ്ങളൊക്കെ ആണെങ്കിൽ ഏറെക്കുറെ ഒരു സീനിയർ സിറ്റിസൺ ആവാത്ത ഒരാളെ കൂടുതൽ ആളുകളും അത്രയും പ്രവർത്തിക്കാൻ നമുക്ക് ഊർജ്ജമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കൂട്ടായ്മയിലൂടെ വരാൻ പോകുന്ന സപ്താഹം നമുക്ക് പ്രവർത്തിക്കണം. ഒരു 10 പേരിലേക്കെങ്കിലും നമ്മൾ ദിവസവും എല്ലാവരും ഒരു 10 പേരല്ല, 10 പേരെങ്കിലും നമ്മൾ സുഹൃതത്തെ കുറിച്ചും സുഹൃതം സപ്താഹത്തെ കുറിച്ചും ഇതിന്റെ മഹത്വത്തെ കുറിച്ചും നമ്മൾ പറയണം. മുന്നോട്ട് അങ്ങനെ പോവാം. വേണോ വേണ്ടയോ? അതങ്ങനെയുള്ള മീറ്റിംഗ് കൂടി മാത്രമായിട്ട് നാം മതിയോ? പറയൂ നിങ്ങൾ. കേരളത്തിലൊരു മാറ്റം വേണ്ടേ? ഇതൊന്നും വിടാത്ത നിങ്ങൾ വേണോ വേണ്ടയോ? കാരണം ഇപ്പോഴത്തെ ഈ റീസെന്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിന്റെ ട്രെൻഡ് മനസ്സിലാവുന്നത് വൈ വി ഹിന്ദുസ് ആർ ഓൾവേസ് ടാർഗറ്റഡ്, അല്ലേ? അതിന് കാരണം നമ്മളിൽ ഒരു ഭക്തിയിൽ ഒരു അന്ധതയുള്ളത് കൊണ്ടാണ്. ഞാൻ എന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തതാണ്. നമുക്ക് മുസ്ലിങ്ങളെ പലരും സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം നമുക്കറിയാം ഒരു ബ്ലൈൻഡ് ബിലീഫാണ്. എല്ലാവർക്കും അറിയാം ഖുർആൻ പറയുമ്പോൾ 100% സത്യത സ്വർഗോട്ടപ്പോൾ മനുഷ്യത്വം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട്. നിങ്ങൾ സമ്മതിക്കില്ല? ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലേ? അതൊന്നും വിടാത്ത നിങ്ങളെ ഉണ്ടോ ഇല്ലയോ? അവരുടെ കൂട്ടായ്മകൾ, അവരുടെ സഹായിക്കാൻ മനസ്സ് ഉണ്ടോ ഇല്ലയോ? പറയൂ നിങ്ങൾ. നമുക്കിവിടെ ഭക്തി എന്ന് പറയുന്നത് വെറും വിഗ്രഹങ്ങളിൽ ഒതുങ്ങി കുറെ പണം അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവരവരുടെ സ്വാർത്ഥത പ്രാർത്ഥിക്കുന്നതാണ്. ആണോ ഇല്ലയോ? അത് മാറ്റിയെടുക്കണ്ടേ നമ്മള്? അത് മാറ്റിയെടുക്കണം. നമ്മളെ ഭക്തിയുടെ നിർവചനം മാറ്റണം. അതിന്റെ സമയമായിരിക്കണം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഭക്തി. സമൂഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ അഭ്യുന്നതി. ഇത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കണം. സമൂഹം പ്രാർത്ഥിക്കട്ടെ, ഞാൻ സേവനം ചെയ്യട്ടെ. അങ്ങനെയുള്ള നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കും. കാരണം നമ്മുടെ കുട്ടികളാണ് IT മേഖലയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. പക്ഷെ സമൂഹത്തിൽ കെയർ ചെയ്യുന്നില്ല. ദിവസവും നിങ്ങൾ പത്രം എടുത്ത് നോക്കൂ. ഇന്നും രാവിലത്തെ പത്രം ഞാൻ ഇങ്ങോട്ട് വരുമ്പം എന്റെ മൊബൈലിൽ ഫ്ലാഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. പാലക്കാട് ഭർത്താവ് ഭാര്യയെ അടിച്ചു പോകുന്ന ചിത്രമായിട്ടാണ് പേപ്പർ ന്യൂസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു അരമണിക്കൂർ മുമ്പ് എന്റെ കഷ്ടകാലത്തിന് ഏതൊരു ന്യൂസ് പേപ്പർ ഞാൻ ഓണാക്കി അതിന്റെ സബ്സ്ക്രൈബേഷൻ എടുത്തു. എനിക്കറിയില്ല. മാസം എന്താ കയ്യിൽ പോകുമെന്ന് അറിയില്ല. ഇത് കാടിപടിക്ക് അമർത്തി കഴിഞ്ഞാൽ വേണ്ടാത്തവർക്ക് കയറി വരും. അത് ഈ ന്യൂസ് ഇങ്ങനെ ഹെഡ്ലൈൻ കയറി വരും മൊബൈലിൽ. അത് ഈ കേരളത്തിന്റെ ഞാൻ എന്റെ കഷ്ടകാലത്തിനാണോ അറിയില്ല, ഇത് മാതൃഭൂമിയാണ് അമർത്തി പോകാറില്ല. ഇനിയിപ്പോ ഇത് പിള്ളേരെടുത്ത് LKG പഠിക്കുമ്പോൾ പിള്ളേരെടുത്ത് കൊടുത്ത് ശരിയാക്കണം. ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ സമയമൊക്കെ വേണ്ടി എടുത്താണ്. അപ്പോഴാണ് പാലക്കാട് ഒരു ഭർത്താവ് ഭാര്യയുടെ തലക്കടിച്ചു കൊന്നു. ഈ വാർത്ത കേട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ഹിന്ദുവിനോട് എന്ത് മമത വരും? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? കാരണം നമ്മളെ പരിശീലിപ്പിച്ചൊക്കെ സ്വാർത്ഥമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്, എന്നാലും കുറവാണ്. അവരുടെ ഒരു കമ്പാരിറ്റീവ്ലി കുറവാണ്. ക്രിസ്ത്യൻ സമൂഹം അവരുടെയിലും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ആ ലെവലിലേക്ക് ഇത്രയും ഭൂരിപക്ഷമായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ നിർവചനം ഭക്തിക്ക് കൊടുത്തുകൊണ്ട് ഭാഗവത സപ്താഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഭാഗവതത്തെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഈ മണ്ണിൽ ഗുരുവായൂരപ്പൻ എന്താണോ ജീവിതത്തിൽ പറഞ്ഞ സന്ദേശം അത് സമൂഹത്തിൽ എത്തിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ യാത്ര ആരംഭിക്കാം. അതിനുള്ളൊരു പുതിയ കാഴ്ചപ്പാടിന്റെ, പുതിയ വെളിച്ചത്തിന്റെ, സംഭവം പഴതാണ്, പക്ഷെ പുതിയ ദർശനം ഇന്ന് ആവശ്യമാണ്.
ഹിന്ദുമതത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് യഥാർത്ഥ ഹിന്ദുമതം സ്വാമി വിവേകാനന്ദജി നടന്നുപോയ, മഹാഗുരുക്കന്മാർ നടന്നുപോയ ആ വഴിയിലൂടെ നമുക്ക് നടന്നു പോകാൻ സാധിക്കട്ടെ. അതെല്ലാം ഒരു നിമിത്തമാണ് ഇന്നിവിടെ കിട്ടിയത്. കാരണം ഞാനിന്നിവിടെ വരണം വിചാരിച്ചാൽ എനിക്കൊരു കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് വൈകുന്നേരം. അപ്പം ഞാൻ വിചാരിച്ചു ഡേ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പെട്ടെന്ന് രവിജോട് പറഞ്ഞതിന് വരുന്നുണ്ട്, നമുക്കൊരു അവലോകന മീറ്റിംഗ് നമുക്ക് നടത്താം എന്നുള്ളത്. അപ്പോൾ വളരെ സന്തോഷം നിങ്ങളെ കണ്ടതിൽ. നമുക്ക് എങ്ങനെ ഇതിനെ മാക്സിമം ഒരു ഗംഭീര, കാരണം വെക്കേഷനാണ്, ഇവിടെ വരുന്നവര് പുറത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ വരും. അവർക്കൊക്കെ ഈ പൈതൃക സപ്താഹം എന്ന് പറയുന്നത് അവരൊക്കെ ജീവിതത്തിൽ കിട്ടുന്നൊരു സൗഭാഗ്യമാണ് എന്ന് മാത്രമല്ല, അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകണം, ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം. നാളെ അവരുടെ നാട്ടിലും ഇതുപോലൊരു കാര്യം ചെയ്യാൻ സാധിക്കണം. മനസ്സിലാക്കല്ലോ. അത് നമ്മളൊരു പ്രേരണ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സപ്താഹയജ്ഞത്തിന്റെ നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസ് എടുത്തുകൊണ്ട് നമുക്കൊരു യാത്ര മുന്നോട്ട് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങൾ സപ്താഹ കമ്പനിയുടെ ഭാഗമായി നിന്ന് നമ്മളൊരു സപ്താഹം ചെയ്യുന്നു എന്നുള്ള ടിപ്പിക്കൽ പരിപാടിയാവരുത്. നമ്മളെല്ലാവരും എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതല്ല, ആളുകളെ പരിവർത്തനം വരുത്തുന്ന വിധത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ റോളാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് സാധിക്കാൻ അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം ഇവിടെ ഉണ്ടാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടൗൺ ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1008 അമ്മമാരുടെ ഒരു ഭാഗവത പാരായണത്തോട് കൂടിയിട്ടാണ് നമ്മളത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചാന്ദിനി ടീച്ചറാണ് അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുള്ളത്. പ്രഭാകരൻ ഡോക്ടറും അവർ രണ്ടുപേരുമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഓരോ ദിവസവും വരുന്ന ഭക്ഷണം, ഏകദേശം 1000 ആളുകൾക്ക് നൽകേണ്ട ഭക്ഷണം കുറിച്ചുണ്ട്. പിന്നെ സ്റ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് എല്ലാവരും ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് ഇവിടെ അവതരിപ്പിച്ചാൽ. അപ്പൊ ശ്രീകുമാരയുടെ സ്റ്റേജുമായുള്ള കാര്യങ്ങൾ പറയാം. വേലായുധേട്ടനാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം. അപ്പൊ അത് ഏകദേശം ഒരു 1000 ആൾക്ക് കൊടുക്കേണ്ട അതിന്റെ ഒരു പെട്ടെന്ന് കലകളുടെ മണലൂർ ഗോപിനാഥ് പറയും. എന്നിട്ട് നമുക്ക് ഓരോരുത്തരും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ശ്രീകുമാരേട്ടും തുടങ്ങാം. പെട്ടെന്ന് നമുക്ക് സ്വാമിജിയുടെ 4:30 ഇവിടുന്നുള്ള യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യോഗയുടെ മറ്റേ ധ്യാനത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാമിജി ചെയ്ത് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ടാണ് പാരായണം തുടങ്ങുന്നത്. പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂറോളം പാരായണം കഴിഞ്ഞ് സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നാരായണീയം പാരായണം ഉണ്ട്. 1 മണിക്കൂർ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. മെയിനായിട്ട്